നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് ആശംസകൾ. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം ലക്കിടിയിൽ CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗത്തെ ക്രൂരമായി മർദ്ദിച്ച സംഭവം. CPM പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. അക്രമത്തിൽ പരിക്കേറ്റ സുരേന്ദ്രൻ ചികിത്സയിൽ തുടരുന്നു. 2ാം വാർഡ് തൂതയിൽ നിന്ന് വിജയിച്ച ജംസിയ KT ചെർപ്പളശ്ശേരി നഗരസഭയുടെ ചെയർപേഴ്സണാകും. CPM നേതൃയോഗത്തിലാണ് തീരുമാനം. മുൻ ലോക്കൽ സെക്രട്ടറി കൂടിയായ C ജയകൃഷ്ണൻ വൈസ് ചെയർമാനാകും. ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിച്ച ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ P അരവിന്ദാക്ഷൻ പ്രസിഡന്റാകും. മുൻ ഗ്രാമ ബ്ലോക്ക് പ്രസിഡന്റാണ് P അരവിന്ദാക്ഷൻ. M അരുണ വൈസ് പ്രസിഡന്റായേക്കും. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണയിൽ ക്രിസ്തുമസിനെ വരവേറ്റ ലോകം. ക്രൈസ്തവ ദേവാലയങ്ങളിലും വീടുകളിലും വിപുലമായ ആഘോഷ പരിപാടികൾ. നന്മയുടെ സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നതെന്ന് പുരോഹിതർ. ചെർപ്പളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം. ഗ്രൗണ്ടിലെ ഇരിപ്പിടങ്ങളും നിർമ്മിതികളും തകർത്ത നിലയിൽ. വെള്ളമെന്നു കരുതി ആസിഡ് കുടിച്ചയാൾ മരിച്ചു. അമ്പലപ്പാറ വേങ്ങശ്ശേരി സ്വദേശി രാധാകൃഷ്ണനാണ് മരിച്ചത്. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം ലക്കിടിയിൽ CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗത്തെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ CPM പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. ലക്കിടി ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് മുൻ അംഗവുമായ അനിൽകുമാർ, CITU തൊഴിലാളി വിജിദാസ്, പ്രിൻസ് എന്നിവരാണ് പിടിയിലായത്. ലക്കിടി തെക്കുംചെറോട് സ്വദേശിയും പാർട്ടി അംഗവുമായ സുരേന്ദ്രൻ ആക്രമിക്കപ്പെട്ട കേസിലാണ് അറസ്റ്റ്. ശനിയാഴ്ച രാത്രി ബൈക്കിൽ പോകുന്നതിനിടെ 4 സംഘം ഇരുമ്പ് പൈപ്പ് കൊണ്ട് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചെന്നാണ് പരാതി. കൈകാലുകൾക്ക് പരിക്കേറ്റ ഇയാളെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. കാലങ്ങളായി CPMന്റെ കൈവശമുണ്ടായിരുന്ന തെക്കുംചെറോട് വാർഡ് നഷ്ടപ്പെട്ടതിനു ഉത്തരവാദി താനാണെന്ന് ചിലർ അപഖ്യാതി പരത്തിയിരുന്നെന്നും ഇവരാണ് ആക്രമണത്തിന് പിന്നിലെന്നുമായിരുന്നു സുരേന്ദ്രന്റെ പരാതി. ജംസിയ KT ചെർപ്പളശ്ശേരി നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണാകും. CPM നേതൃയോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. 2ാം വാർഡ് തൂതയിൽ നിന്നാണ് ഇടത് സ്വതന്ത്രയായി മത്സരിച്ച് ജംസിയ വിജയിച്ചത്. 2 ടേമായി ലീഗിന്റെ കൈവശമുണ്ടായിരുന്ന വാർഡാണ് ജംസിയയിലൂടെ ഇത്തവണ ഇടതുപക്ഷം പിടിച്ചെടുത്തത്. കന്നിയംഗത്തിൽ 64 വോട്ടുകൾക്കായിരുന്നു ജംസിയയുടെ വിജയം. B.Ed ബിരുദധാരിയാണ് 32കാരിയായ ജംസിയ. മുതിർന്ന അംഗം C ജയകൃഷ്ണനാകും വൈസ് ചെയർമാൻ. CPM ചെർപ്പളശ്ശേരി ലോക്കൽ സെക്രട്ടറിയാണ് C ജയകൃഷ്ണൻ. 26-നാണ് ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ എന്നിവരുടെ തിരഞ്ഞെടുപ്പ്. ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിച്ച ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ P അരവിന്ദാക്ഷൻ പ്രസിഡന്റാകും. വൈസ് പ്രസിഡന്റായി M അരുണയ്ക്ക് സാധ്യത. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ അമരത്ത് ഒരിക്കൽ കൂടി P അരവിന്ദാക്ഷൻ വരുന്നു. ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിച്ച പഞ്ചായത്തിൽ 6ാം വാർഡിൽ നിന്ന് വിജയിച്ച മുതിർന്ന നേതാവ് P അരവിന്ദാക്ഷൻ തന്നെ പ്രസിഡന്റാകും. CPIM മുൻ ഏരിയ സെക്രട്ടറി, ഏരിയ കമ്മിറ്റി അംഗം, മുൻ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ച ആളാണ് P അരവിന്ദാക്ഷൻ. നിലവിൽ മണ്ണമ്പറ്റ ലോക്കൽ കമ്മിറ്റി അംഗമാണ് അരവിന്ദാക്ഷൻ. 1995-ൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, 2000-ൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, 2010-ൽ വൈസ് പ്രസിഡന്റ്, 2015-ൽ ബ്ലോക്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ P അരവിന്ദാക്ഷൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് സ്ഥാനം മണ്ണമ്പറ്റ ലോക്കൽ കമ്മിറ്റിക്ക് ആണെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റിക്കാകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ 14ാം വാർഡിൽ നിന്നും വിജയിച്ച M അരുണ വൈസ് പ്രസിഡന്റാകുമെന്നാണ് വിവരം. മുൻ ലോക്കൽ സെക്രട്ടറി KS എന്ന K സുബ്രഹ്മണ്യന്റെ പത്നിയും നിലവിൽ ശ്രീകൃഷ്ണപുരം AEP സ്കൂളിലെ പ്രധാന അധ്യാപികയും KSTA അംഗവുമാണ് M അരുണ. LDF 12, UDF 3, BJP 1 എന്നിങ്ങനെയാണ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ കക്ഷിനില. കോൺഗ്രസിലെ മിസിദ സൂരജ് കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റാകും. ഇതു സംബന്ധിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമായി. 5ാം വാർഡിൽ നിന്നും വിജയിച്ച അംഗമാണ് മിസിദ സൂരജ്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നൂറുദ്ദീന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രനും പങ്കെടുത്തു. പാർലമെന്ററി പാർട്ടി ലീഡറായി രാജൻ പൂതനായിലിനെയും ചീഫ് വിപ്പായി സുനിത രാജിനെയും തീരുമാനിച്ചു. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം മുന്നണി ധാരണയനുസരിച്ച് മുസ്ലിം ലീഗിനായതുകൊണ്ട്, ആദ്യത്തെ 2.5 വർഷക്കാലം മുസ്ലിം ലീഗിനായതുകൊണ്ട് ഉപാധ്യക്ഷ സ്ഥാനമാണ് കോൺഗ്രസിന് ലഭ്യമായിട്ടുള്ളത്. ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീമതി മിസിദ സൂരജിനെ ഐക്യകണ്ഠേന പാർലമെന്ററി പാർട്ടി യോഗം തിരഞ്ഞെടുത്തു. അവർക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. കുലുക്കല്ലൂർ പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിനും എല്ലാ തരത്തിലുള്ള പുരോഗതിക്കും വൈസ് പ്രസിഡന്റ് എന്ന രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കട്ടെ. എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. ജയ് ഹിന്ദ്.
ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണയിൽ ക്രിസ്തുമസ് ആഘോഷത്തിൽ ലോകം. മിന്നും താരകങ്ങളെ മണ്ണിൽ ഒരുക്കി ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണ ആഘോഷമാക്കുകയാണ് വിശ്വാസികൾ. ക്രൈസ്തവ ദേവാലയങ്ങളിലും ഗൃഹങ്ങളിലുമെല്ലാം ക്രിസ്തുമസ് ആഘോഷങ്ങൾ വർണ്ണാഭമാണ്. പാപമോചനത്തിനായുള്ള ദൈവപുത്രന്റെ തിരുപ്പിറവിയെ സ്മരിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിലും വീടുകളിലുമെല്ലാം ഒത്തുകൂടിയാണ് വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഗ്രൗണ്ടിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. ഗ്രൗണ്ടിലെ ഇരിപ്പിടങ്ങളും മറ്റു നിർമ്മിതികളും തകർത്തു. ഗ്രൗണ്ടിൽ മദ്യപാനികളും സാമൂഹ്യ വിരുദ്ധരും സ്ഥിരമായി എത്തുന്നുണ്ട് എന്നാണ് വിവരം. ഗ്രൗണ്ടിലെ തണൽ മരങ്ങൾക്ക് താഴെ സ്ഥാപിച്ച ഇരിപ്പിടങ്ങളാണ് സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. ഗ്രൗണ്ടിലെ ഓപ്പൺ ജിമ്മിലെ ഉപകരണങ്ങൾക്കും ജിമ്മിന് ചുറ്റും സ്ഥാപിച്ച സുരക്ഷാ വേലിക്കും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. സ്കൂൾ ഗേറ്റിൽ സ്ഥാപിച്ച ബോർഡുകളും കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു. രാവിലെ വ്യായാമത്തിനും ഫുട്ബോൾ ക്യാമ്പുകൾക്കും മറ്റു ടൂർണമെന്റുകൾക്കുമായി ദിവസേന നിരവധി പേർ ആശ്രയിക്കുന്ന ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ ഈ അഴിഞ്ഞാട്ടം. ഗ്രൗണ്ടിൽ രാത്രികാലങ്ങളിൽ മദ്യപാനികളും സാമൂഹ്യ വിരുദ്ധരും സ്ഥിരമായി എത്തുന്നുണ്ട് എന്നാണ് വിവരം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ വൈകുന്നേരങ്ങളിൽ വ്യായാമത്തിനെത്തുന്ന ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വലിയ ആശങ്കയാവുകയാണ്. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. അമ്പലപ്പാറ വേങ്ങശ്ശേരിയിൽ വെള്ളമെന്ന് കരുതി ആസിഡ് കുടിച്ചയാൾ ചികിത്സയിലിരിക്കെ മരിച്ചു. വേങ്ങശ്ശേരി താനിക്കോട്ടിൽ രാധാകൃഷ്ണനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 5-നാണ് അബദ്ധത്തിൽ ആസിഡ് കുടിച്ചത്.
സെവനപ്പിന്റെ കുപ്പിയിൽ സൂക്ഷിച്ചിരുന്ന ആസിഡ് വെള്ളമാണെന്ന് തെറ്റിദ്ധരിച്ച് കുടിക്കുകയാണുണ്ടായതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഉടൻ തന്നെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പെരിന്തൽമണ്ണ EMS ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇവിടെ ചികിത്സയിൽ ഇരിക്കെയാണ് കഴിഞ്ഞ ദിവസം രാത്രി മരിച്ചത്. ഇലക്ട്രോണിക് സാധനങ്ങൾ റിപ്പയർ ചെയ്യുന്ന ഷോപ്പ് നടത്തുന്ന രാധാകൃഷ്ണൻ ജോലിയുടെ ആവശ്യത്തിനായാണ് ആസിഡ് സൂക്ഷിച്ചിരുന്നതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് രക്ഷപ്പെട്ട കാപ്പ കേസ് പ്രതി പെരിന്തൽമണ്ണയിൽ പിടിയിൽ. പട്ടിക്കാട് കീഴാറ്റൂർ സ്വദേശി ഒടുപറമ്പൻ അജ്മലിനെയാണ് പിടികൂടിയത്. പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത്, മേലാറ്റൂർ ഇൻസ്പെക്ടർ AC മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് എഫ് സംഘവും ചേർന്നാണ് അജ്മലിനെ പിടികൂടിയത്. നിരവധി മോഷണ കേസുകളിലും കവർച്ചാ ലഹരിമരുന്ന് കേസുകളിലും പ്രതിയാണ് പട്ടിക്കാട് കീഴാറ്റൂർ സ്വദേശിയായ അജ്മൽ എന്ന് പോലീസ് പറഞ്ഞു. കോയമ്പത്തൂരിൽ നിന്നുമാണ് അജ്മലിനെ പിടികൂടിയത്. കാപ്പ നിയമപ്രകാരം പ്രവേശന വിലക്കുള്ള അജ്മൽ വീട്ടിലെത്തിയതായി വിവരമറിഞ്ഞ് അറസ്റ്റ് ചെയ്യാനെത്തിയ മേലാറ്റൂർ SI ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തെ തന്റെ കയ്യിലെ സ്റ്റീൽ വള കൊണ്ട് തലയ്ക്ക് കുത്തിയും അടിച്ചും പരിക്കേൽപ്പിച്ചും ഓടി രക്ഷപ്പെട്ടതായിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കോയമ്പത്തൂരിൽ ഒളിവിൽ താമസിക്കുന്നതായി കണ്ടെത്തി. പോലീസ് സംഘം അവിടെ എത്തി പിടികൂടുകയായിരുന്നു. ആയുർവേദത്തിന്റെ പേരിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് മറയാക്കുന്ന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രൈവറ്റ് ആയുർവേദ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ. സംഘടനയുടെ 15ാമത് സംസ്ഥാന സമ്മേളനം പെരിന്തൽമണ്ണയിൽ നടക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. മികച്ച ആയുർവേദ ഡോക്ടർമാർക്കും ഹോസ്പിറ്റലിനും പമ്പ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ സമ്മേളനത്തിൽ സമ്മാനിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഡിസംബർ 28 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ P. കുഞ്ഞൻ നഗറിലാണ് പ്രൈവറ്റ് ആയുർവേദ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ 15ാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. നജീബ് കാന്തപുരം MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റിയും ചീഫ് ഫിസിഷ്യനുമായ പത്മശ്രീ ഡോക്ടർ PM വാര്യർക്ക് പമ്പ ധന്വന്തരി പുരസ്കാരം ചടങ്ങിൽ സമർപ്പിക്കും. ഡോക്ടർ അമീർ അരീക്കോടിന് 2025 പമ്പ ബെസ്റ്റ് ഫിസിഷ്യൻ പുരസ്കാരവും പമ്പ ബെസ്റ്റ് ഹോസ്പിറ്റൽ അവാർഡ് വയനാട് ജില്ലയിലെ കണ്ണൂർ ആയുർവേദിക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനും പമ്പ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കോട്ടയത്തെ ഡോക്ടർ സതീഷ് വല്ലഭശ്ശേരിക്കും സമർപ്പിക്കുമെന്ന് സംഘടന അറിയിച്ചു. ഡോക്ടർ KV സീതാലക്ഷ്മി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഡോക്ടർ KV സീതാലക്ഷ്മി മെമ്മോറിയൽ ഭിക്ഷക് രത്ന അവാർഡ് സമ്മേളനത്തിൽ സമർപ്പണം നടത്തും. ആയുർവേദ മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ ബന്ധപ്പെടുത്തി സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യും. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പിലാക്കുമ്പോൾ ആയുർവേദ ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും പ്രതികൂലമായി നിൽക്കുന്ന വ്യവസ്ഥകൾ ഒഴിവാക്കണമെന്ന് സമ്മേളനം ശക്തമായി ആവശ്യപ്പെടുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സാധാരണയുള്ള രോഗങ്ങളൊന്നും ആയുർവേദക്കാരൻ ചികിത്സിക്കാൻ പാടില്ല. സാംക്രമിക രോഗങ്ങളൊക്കെ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് ജില്ലാതല അല്ലെങ്കിൽ ഒരു പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ന ഒരു പോസ്റ്റിൽ അവർക്ക് ചെയ്യാവുന്നില്ല. അത് ഏത് നടപടിയും നമ്മളത് സംബന്ധിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നമ്മളതല്ല. 5000 വർഷത്തെ ചികിത്സാ അനുഭവങ്ങളുള്ള 1936 AICC പ്രമേയത്തിൽ മഹാത്മാഗാന്ധി അവതരിപ്പിച്ചാണ് ആയുർവേദത്തെ ദേശീയ വൈദ്യ സമ്പ്രദായമായിട്ട് അംഗീകരിക്കണം. സ്വാതന്ത്ര്യം കിട്ടിയ വർഷമായിട്ട് അത് അംഗീകരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, രണ്ടാമതൊരു ലെവലിലേക്ക് അത് മാറ്റപ്പെടുകയും ചെയ്യുന്നു. കൂടാത്തതിന് വളരെ ആക്ഷേപകരമായ രീതിയിലുള്ള വിമർശനങ്ങൾ, ആയുർവേദം ഉപയോഗിച്ച കിഡ്നി പോകും ലിവർ പോകും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആക്ഷേപകരമായ രീതിയിലുള്ള പുതിയ ജനറേഷനാണ്. ആയുർവേദ കോളേജുകളിൽ എൻട്രൻസ് മുഖേന അഡ്മിഷൻ നേടിവന്ന പ്രതിഭാശാലികളായ 100 കണക്കിന് പെൺകുട്ടികൾക്ക് മാനമര്യാദയോടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത വിധം അനാശാസ്യ ചികിത്സാ കേന്ദ്രങ്ങൾ വർദ്ധിച്ചു വരുന്നതായും ആയുർവേദത്തിന്റെ പേരിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വളക്കൂറാകുന്ന നയങ്ങൾ പരിശോധിച്ച് ഇത്തരം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. കോളേജുകളിലൊക്കെ 90% പെൺകുട്ടികളാണ്. 50 സീറ്റ് ഉണ്ടെങ്കിൽ 45 പെൺകുട്ടികളാണ് പഠിക്കുന്നത്. എൻട്രൻസ് ചെയ്തിട്ട് കുട്ടികളായിരുന്നു കുട്ടികളായിരുന്നു. അവർ പുറത്തിറങ്ങിയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വല്ലാത്ത ഒരു അവഗണനയും അവഹേളനമാണ്. എന്നിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും അനാശാസ്യ ചികിത്സാ കേന്ദ്രങ്ങൾ, ഈ ക്രോസ് മസാജ് എന്ന് പറയും. നമുക്ക് അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്താ വെച്ചാൽ അവർ ആയുർവേദ ചികിത്സയുടെ പേരിലാണ് ഇത് നടത്തുന്നത്. എല്ലാം ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ നടത്തുന്നത്. അപ്പം ഈ ഇന്ത്യയിലേക്ക് വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിരുന്നത് ഇത്തരം മസാജുകൾ ഒഴിവാക്കിയിട്ട് യഥാർത്ഥ ആയുർവേദ ചികിത്സ ഇന്ത്യയിൽ കിട്ടുമ്പോൾ കേരളത്തിൽ കിട്ടുമെന്ന പ്രതീക്ഷയില്ല. അപ്പോൾ അവരിവിടെ വരുമ്പോൾ സംഭവിക്കുന്നത്, ഇപ്പം നമ്മൾ പെരിന്തൽമണ്ണയിൽ പോലും ഒരു 7 സെന്ററുകളും അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് നമ്മളോടൊക്കെ വിളിച്ചു ചോദിക്കുകയാണ് അവിടെ ഹാപ്പി എൻഡിങ് ഉണ്ടെന്ന്. ആയുർവേദത്തിൽ ഈ ഹാപ്പി എൻഡിങ് ഒക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്.
അപ്പോൾ അത് കോയമ്പത്തൂരും ബാംഗ്ലൂരും ഒക്കെ നടന്നിരുന്ന ചികിത്സാ പദ്ധതികളാണ് അതൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ലൈസൻസ് കൊടുക്കുകയും അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള സ്ത്രീകളെ ആവാസന്മാരാക്കുന്നത് അല്ലെങ്കിൽ അവഹേളിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഒരു മോളസ്റ്റിംഗ് എന്നുള്ള ഇതിൽ വരും ഇതൊക്കെ ശരി. അത്തരം അപമാനകരമായിട്ടുള്ള രീതിയിലാണ് ഒരു പ്രാക്ടീസ്. ഇപ്പോൾ ഞങ്ങളോട് തന്നെ ചോദിക്കുന്നത് ഇപ്പോൾ അങ്ങനെയാണ്, അവിടെ പാക്കേജ് ഉണ്ടോ എന്ന്. ആ പാക്കേജ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ക്രോസ് മസാജ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ശരിക്കും വേശ്യാവൃത്തി എന്താണോ അതൊക്കെയാണ് അവിടെ നടക്കുന്നത്. എല്ലാ ഹോസ്പിറ്റലുകളുടെ മുമ്പിൽ പോലും നമുക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. ആയുർവേദ ആശുപത്രി നടത്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ ഒരു അപമാനകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സർക്കാരും ഈ ഗ്രാമപഞ്ചായത്തുകൾ അവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിചാരിച്ച് നിർത്തലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. പരിസ്ഥിതി സംഘടനയായ OISCA ഇന്റർനാഷണലുമായി ചേർന്ന് സംസ്ഥാനത്താകമാനം ഔഷധ സസ്യ കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിക്ക് രൂപം നൽകും. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ഡോക്ടർമാരുടെ വിവിധ പ്രശ്നങ്ങൾ സംഘടനാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. ഡോക്ടർ ഭാസ്കരൻ, ഡോക്ടർ P. കൃഷ്ണദാസ്, ഡോക്ടർ K. ബാലകൃഷ്ണൻ, ഡോക്ടർ ഷീബ കൃഷ്ണദാസ്, KR രവി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒന്നാമത് പ്രീമിയർ കപ്പ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പെരിന്തൽമണ്ണ നെഹ്റു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഡിസംബർ 26-ന് ആരംഭിക്കും. ടൂർണമെന്റിൽ 22 പ്രമുഖ ടീമുകൾ പങ്കെടുക്കുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 26 മുതൽ ജനുവരി 19 വരെയാണ് പെരിന്തൽമണ്ണ പ്രീമിയർ ക്ലബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം, അൽമദീന ചെറുപ്പളശ്ശേരി, ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട്, സബാൻ കോട്ടയ്ക്കൽ, അഭിലാഷ് കുപ്പൂത്ത്, ഷൂട്ടേഴ്സ് പഠന തുടങ്ങി സെവൻസ് ഫുട്ബോൾ മൈതാനങ്ങളിലെ പ്രമുഖരായ 22 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനം പെരിന്തൽമണ്ണ MLA നജീബ് കാന്ത് അവர்களാണ് നിർവഹിക്കുന്നത്. ടൂർണമെന്റിൽ ഇപ്പോൾ സെവൻസ് ഫുട്ബോൾ രംഗത്ത് ഉള്ള ലീഡിംഗ് 22 ടീമുകൾ മാറ്റിവെക്കുന്നുണ്ട്. വിജയികൾക്ക് നമ്മൾ മൊത്തം 3 ലക്ഷം രൂപ പ്രൈസ് മണി നൽകുന്നുണ്ട്. പിന്നെ ഈ ടൂർണമെന്റിന്റെ ഹൈലൈറ്റ് എന്നുള്ള നിലക്ക് സ്ത്രീകൾക്ക് പ്രവേശനം സൗജന്യവും പ്രത്യേക ഇരിപ്പിടവും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കും പിന്നെ ഭിന്നശേഷിക്കാർക്കും പ്രവേശനം അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. 26-ന് വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് മ്യൂസിക് നൈറ്റോടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. MLA നജീബ് കാന്തപുരം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. AYC ഉച്ചരകടവും ബേസ് പെരുമ്പാവൂരും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. ടൂർണമെന്റിലെ വിജയികൾക്ക് ട്രോഫികൾക്ക് പുറമെ 3 ലക്ഷം രൂപയുടെ പ്രൈസ് മണിയും സമ്മാനിക്കും. സ്ത്രീകളെയും കുട്ടികളെയും സൗജന്യമായി മത്സരങ്ങൾ കാണാൻ അനുവദിക്കും. ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായി കളി കാണുന്നതിനും പ്രത്യേക സൗകര്യവും ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രീമിയർ ക്ലബിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങളും സംഘാടകർ വിവരിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രീമിയർ ക്ലബ് പ്രസിഡന്റ് U. അബ്ദുൽ കരീം, സെക്രട്ടറി CH റിയാസ്, ട്രഷറർ പച്ചേരി ജലാൽ, ഓർഗനൈസിംഗ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ ഹക്കീം മാടശ്ശേരി, കൺവീനർ കിഴിശ്ശേരി ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിസ്തുമസ് കരോളിലൂടെ സമാഹരിച്ച തുകയുടെ ഒരു വിഹിതം പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്കായി നൽകി എടത്തനാട്ടുകര പൊൻപാറ സെന്റ് വില്യംസ് ചർച്ച്. കോട്ടപ്പള്ള ടൗണിൽ സംഘടിപ്പിച്ച ടൗൺ കരോൾ ക്രിസ്തുമസ് ആഘോഷ പരിപാടിയിൽ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഭാരവാഹികൾക്ക് തുക കൈമാറി. പൊൻപാറ സെന്റ് വില്യംസ് ചർച്ച് അംഗങ്ങൾ നടത്തിയ കരോളിലൂടെ വീടുകളിൽ നിന്ന് ലഭിച്ച തുകയിൽ നിന്നുള്ള വിഹിതമാണ് എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്ക് നൽകിയത്. ആഘോഷങ്ങൾക്കിടയിലും വേദനിക്കുന്നവരെ മറക്കരുതെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇതിലൂടെ ഉദ്ദേശിച്ചതെന്ന് ചർച്ച് വികാരി ഫാദർ ദിനേശ് കാളൻ പറഞ്ഞു. കോട്ടപ്പള്ള ടൗണിൽ സംഘടിപ്പിച്ച ടൗൺ കരോൾ ആഘോഷ പരിപാടിയിൽ തുക എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഭാരവാഹികൾക്ക് കൈമാറി. പാതിരിക്കോട് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി ഫാദർ മനോജ് കൊച്ചുമുറിയിൽ, ചർച്ച് കൈക്കാരന്മാരായ സന്തോഷ് ജോസ് കൊല്ലംപറമ്പിൽ, ബാബു വെട്ടത്തുകാവിൽ, ചർച്ച് സീനിയർ യൂത്ത് പ്രസിഡന്റ് അഭിലാഷ് പനത്തോട്ടത്തിൽ, KCYM പ്രസിഡന്റ് ലെനിറ്റ് ബാബു, പാലിയേറ്റീവ് കെയർ ക്ലിനിക് ജനറൽ സെക്രട്ടറി റഹീസ് എടത്തനാട്ടുകര, പാലിയേറ്റീവ് പ്രവർത്തകരായ മുഫീന ഏനു, ഫിറോസ് ഉതുക്കുംപുറത്ത്, ശിഹാബ് ITC തുടങ്ങിയവർ പങ്കെടുത്തു. 4ാമത് നാഷണൽ വുഷു കുംഫു ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 27-28 തീയതികളിൽ പട്ടാമ്പി ചോലക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. 400-ൽ പരം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4ാമത് നാഷണൽ ലെവൽ വുഷു കുംഫു ഫെസ്റ്റിവൽ ചാമ്പ്യൻഷിപ്പിനാണ് ഇത്തവണ പട്ടാമ്പി വേദിയാകുന്നത്. ഡിസംബർ 27-28 തീയതികളിൽ പട്ടാമ്പി ചോലക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് വുഷു കുംഫു ഓർഗനൈസേഷൻ കേരളയുടെ മേൽനോട്ടത്തിൽ പട്ടാമ്പി YSK അക്കാദമിയാണ് സംഘടിപ്പിക്കുന്നത്. 2 ദിവസങ്ങളിലായി കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 30-ലേറെ അക്കാദമികളിൽ നിന്ന് 400-ൽ പരം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിക്കും.
കവി പി രാമൻ മുഖ്യാതിഥിയാകും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളും ജനപ്രതിനിധികളും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഉഷു കുംഫു ഓർഗനൈസേഷൻ കേരള എന്നുള്ളൊരു അസോസിയേഷൻ, അതുപോലെ ഇൻമാൻ ടീം ഇന്ത്യ അസോസിയേഷൻ, ഹംപിൻ അസോസിയേഷൻ, ഇങ്ങനെയുള്ള 3 കുംഫു അസോസിയേഷനുകളുടെ സഹകരണത്തോട് കൂടിയിട്ട് പട്ടാമ്പിയിലെ YSK അക്കാഡമിയാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഓർഗനൈസ് ചെയ്യുന്നത്. നമുക്ക് ഏകദേശം കേരളത്തിനകത്തും പുറത്തുനിന്നുമായിട്ട് 400ഓളം പാർട്ടിസിപ്പൻസ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 30ഓളം അക്കാഡമികൾ നമ്മൾ ഈ കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലകളിൽ നിന്നും, അതുപോലെ തന്നെ കർണാടക, തമിഴ്നാട് പോലുള്ള അന്യ സംസ്ഥാനത്തിൽ നിന്നും നിരവധി അക്കാഡമികളാണ് നമ്മളെ ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗമാകാൻ പട്ടാമ്പിയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഏകദേശം കുംഫുവിൻ്റെ ഉഷു കുംഫു എന്ന് പറയുമ്പോഴും കുംഫുവിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള നിരവധി ശൈലികളുണ്ട്. വിങ്ചുൻ, ഹങ്കാർ, ഷാവലിംഗ് കുംഫു, അതുപോലെ ഡ്രാഗൺ കുംഫു, ഡിഫറൻ്റ് ആയിട്ട് നിരവധി കുംഫു ശൈലികളുണ്ട്. അപ്പോൾ ഈ ശൈലികളെല്ലാം ഏകോപിപ്പിച്ച് അതിൽ നിന്ന് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫെസ്റ്റിവൽ മൂഡിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ മൂഡിൽ ഒരു കുംഫുവിൻ്റെ ചാമ്പ്യൻഷിപ്പ് കേരളത്തിൽ നമ്മളെ ചാമ്പ്യൻഷിപ്പ് മാത്രമല്ല, ഇന്ത്യയിലും ഉണ്ടോയെന്ന് അറിയില്ലെങ്കിലും വളരെ ഗ്രാൻഡായിട്ട് നടത്തപ്പെടുന്ന ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് നമ്മുടെ പട്ടാമ്പിയിൽ നടത്താൻ പറ്റുന്നതിൽ നമുക്ക് YSK അക്കാഡമി. ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം പട്ടാമ്പി നഗരസഭ ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്യും. തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, തിരുമറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ്, പട്ടാമ്പി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ എന്നിവർ മുഖ്യാതിഥിയാകും. പ്രശസ്ത സിനിമാ താരം ഗോവിന്ദ് പത്മസൂര്യ വിശിഷ്ടാതിഥിയാകും. മറ്റ് ജനപ്രതിനിധികളും കലാകാരന്മാരും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ചാമ്പ്യൻഷിപ്പ് ഡയറക്ടർ ഷിഫു ഷബീർ ബാബു, കൺവീനർ ഹുസൈൻ തട്ടത്താഴത്ത്, അബിബോസ്, അബിന റാണി, ഷിഫ നസ്രിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വളരെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർനാഷണൽ താരങ്ങൾ വന്നിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഈ YSK അക്കാദമിക്ക് മാത്രം അവകാശപ്പെടുന്ന ഒന്നാണെന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇത്തവണ നമ്മൾ നാഷണൽ തലത്തിൽ നടത്തുന്ന മത്സരത്തിൽ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗോവ തുടങ്ങി മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കായിക താരങ്ങളാണ് നമ്മുടെ ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പങ്കെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ സമാപന സമ്മേളനം നടക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം ഒരു 7-8 മണിയൊക്കെ ആവും. കാരണം ചാമ്പ്യൻഷിപ്പാണ്, നമുക്ക് ടൈം എടുക്കും. അപ്പോൾ അതിൽ നമ്മൾ മുഖ്യാതിഥിയായി വരുന്നത് പട്ടാമ്പിയുടെ ബഹുമാന്യനായ മുനിസിപ്പൽ ചെയർമാൻ TP ഷാജി അവർക്കും, അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സണും ഉണ്ടാവും. ഈ തൃത്താലയിലെയും തിരുമറ്റക്കോടിലെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടാവും. അങ്ങനൊരു നല്ല രീതി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വളരെ നല്ല സഹകരണത്തോടു കൂടിയുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് എന്നതിനപ്പുറം ഒരു ഫെസ്റ്റിവലായി പട്ടാമ്പിയുടെ മുഖം കേരളത്തിലെ 14 ജില്ലകളിൽ മാത്രമല്ല നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിലും കൂടി എത്തിക്കുന്ന തരത്തിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പാണ് നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയോരം മാലിന്യം തള്ളാനുള്ള ഇടമാകുന്നു. അരിയൂർ ജുമാ മസ്ജിദിനോട് സമീപത്ത് വൻതോതിലാണ് മാലിന്യങ്ങൾ ഉള്ളത്. പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ ഉൾപ്പെടെ മനുഷ്യർ ഉപയോഗിച്ച് തള്ളുന്ന എല്ലാത്തരം വസ്തുക്കളും ഇവിടെയുണ്ട്. താഴെ അരിയൂർ ജുമാ മസ്ജിദിനോട് സമീപത്തായാണ് ദേശീയപാതയോരത്ത് വൻതോതിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത്. ദേശീയപാതയ്ക്കും സ്വകാര്യ സ്ഥലത്തിനും ഇടയിലുള്ള ഭാഗത്താണ് പ്ലാസ്റ്റിക് ചാക്കുകളിലും വലിയ കവറുകളിലും നിറച്ച മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നത്. സമീപത്തായി വീടുകളോ കടകളോ ഇല്ല. ആകെയുള്ളത് പകൽ മാത്രം പ്രവർത്തിക്കുന്ന തട്ടുകടകളാണ്. രാത്രിയായാൽ ഇവ അടയ്ക്കും. ഈ തക്കം നോക്കിയാണ് മാലിന്യം തള്ളുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും പുറന്തള്ളുന്ന വസ്തുക്കളും ഇവിടെ കാണാം. തൊട്ടടുത്തായി ഒരു ആരാധനാലയവും നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസയും ഉണ്ടെന്നതുകൂടി ഓർക്കാതെയാണ് ആളുകളുടെ ഈ പ്രവൃത്തി തുടരുന്നത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ച് താഴെക്കോട് INTUC മണ്ഡലം കമ്മിറ്റി ധർണാ സമരം സംഘടിപ്പിച്ചു. പൂവത്താണിയിൽ നടന്ന സമരം INTUC മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ പാലോത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി സിദ്ദീഖ് മാങ്ങാടൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് M ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി. INTUC മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഹമീദ് വണ്ടിവീട്ടിൽ, ബഷീർ പടുവമ്പാടൻ, മണ്ഡലം സെക്രട്ടറിമാരായ വാസുചേരിയിൽ, അനീഷ് മാന്തോണി, റഷീദ് ചോലക്കൽ, ഉണ്ണീൻ അക്കര, പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പാലോത്ത് മാനു തുടങ്ങിയവർ പങ്കെടുത്തു. സ്വപ്ന പദ്ധതിയായ
ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നിരവധി പാവങ്ങൾ വിശപ്പടക്കിയിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ച് മഹാത്മാജിയെ തിരസ്കരിക്കുന്ന BJP സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഈ ധർണയ്ക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ ധർണയിൽ അധ്യക്ഷം വഹിക്കുന്നത് INTUC-യുടെ താഴെക്കോട് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ പാലോത്താണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് INTUC ജില്ലാ സെക്രട്ടറി CK റഫീഖാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ധർണയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. INTUC-യുടെ ജില്ലാ വൈസ് പ്രസിഡന്റും സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമായ ജുബൈർ ബച്ചേരി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കടമ്പഴിപ്പുറം പുലാപ്പറ്റ വിഷ്ണുമായ ക്ഷേത്രത്തിൽ നടന്നുവന്ന ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. KC ചന്ദ്രശേഖരൻ തമ്പാന്റെ നേതൃത്വത്തിലാണ് യജ്ഞം നടന്നത്. വിശേഷാൽ പൂജകൾ, പ്രസാദകൂട്ട് എന്നിവയും ഉണ്ടായി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് U സുകുമാരൻ, വിശ്വനാഥൻ ശ്രീവത്സം, രാമദാസൻ താഴത്തേതിൽ, P ഹരിദാസൻ, രാജൻ കുട്ടത്ത്, P രാമകൃഷ്ണൻ, മുരളി മേലേതിൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റപ്പാലം ലക്കിടിയിൽ CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗത്തെ ക്രൂരമായി മർദ്ദിച്ച സംഭവം. CPM പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. അക്രമത്തിൽ പരിക്കേറ്റ സുരേന്ദ്രൻ ചികിത്സയിൽ തുടരുന്നു. 2ാം വാർഡ് തൂതയിൽ നിന്ന് വിജയിച്ച ജംസിയ KT ചെർപ്പളശ്ശേരി നഗരസഭയുടെ ചെയർപേഴ്സണാകും. CPM നേതൃയോഗത്തിലാണ് തീരുമാനം. മുൻ ലോക്കൽ സെക്രട്ടറി കൂടിയായ C ജയകൃഷ്ണൻ വൈസ് ചെയർമാനാകും. ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിച്ച ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ P അരവിന്ദാക്ഷൻ പ്രസിഡന്റാകും. മുൻ ഗ്രാമ ബ്ലോക്ക് പ്രസിഡന്റാണ് P അരവിന്ദാക്ഷൻ. M അരുണ വൈസ് പ്രസിഡന്റായേക്കും. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണയിൽ ക്രിസ്തുമസിനെ വരവേറ്റ ലോകം. ക്രൈസ്തവ ദേവാലയങ്ങളിലും വീടുകളിലും വിപുലമായ ആഘോഷ പരിപാടികൾ. നന്മയുടെ സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നതെന്ന് പുരോഹിതർ. ചെർപ്പളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം. ഗ്രൗണ്ടിലെ ഇരിപ്പിടങ്ങളും നിർമ്മിതികളും തകർത്ത നിലയിൽ. വെള്ളമെന്നു കരുതി ആസിഡ് കുടിച്ചയാൾ മരിച്ചു. അമ്പലപ്പാറ വേങ്ങശ്ശേരി സ്വദേശി രാധാകൃഷ്ണനാണ് മരിച്ചത്.